ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുതിയ ITR ഫോമുകൾ പുറത്തിറക്കി. ഇൻകം ടാക്സ് ബിസിനസ് ഇൻകം ഇല്ലാത്ത ആൾക്കാർക്കുള്ള ITR 1 ബിസിനസ് ഇൻകം ഉള്ളവർക്ക് ITR 4 ഈ രണ്ട് ഫോമുകളാണ് ഇപ്പോൾ നിലവിൽ ഇറക്കിയിരിക്കുന്നത്. ഈ ITR 1 അതായത് സാലറിക്കാർക്കുള്ള കേസുകളാണ്. സാലറി അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ ചെറിയ തോതിലുള്ളത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻഡ്, അങ്ങനെയുള്ള കേസുകളിലാണ് ഈ ITR 1 ഉപയോഗിക്കുന്നത്. അത് അതിനകത്ത് ആ ഫോമുകളിൽ കുറേ ചേഞ്ചസ് ഉണ്ട്. പ്രധാനമായ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒന്നിൽ കൂടുതൽ വീടുകൾ വാടക നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ITR 1 ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഈ വർഷം തുടങ്ങുമ്പോൾ 2 വീടുകൾ വരെ ചെയ്യാം. 2 ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നമുക്ക് ഈ ITR 1 കാണിക്കാം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ 1,25,000 രൂപയിൽ താഴെയാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എങ്കിൽ ഈ ഫോം ഉപയോഗിക്കാം. അതായത് 1,25,000 വരെ നമുക്ക് എക്സംഷൻ ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ നെറ്റ് എഫക്റ്റ് വരുമ്പോൾ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാം. അത് ഹൗസ് പ്രോപ്പർട്ടിക്കകത്താണ് ലോസ് വന്നു കഴിഞ്ഞാൽ ഈ ഫോം ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് നമുക്ക് റെന്റ് ഇൻകം കിട്ടിയെങ്കിലും നമ്മൾ ലോൺ എടുത്തിട്ട് അതിന് ഇൻട്രസ്റ്റ് സെറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ മൈനസാണ് വരുന്നതെങ്കിൽ ITR 1 പറ്റില്ല, ITR 2 വേണം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഫോം 16 സാലറി ഉള്ളവർക്ക് ഫോം 16 നോക്കുക, പിന്നെ ഇൻട്രസ്റ്റ് അങ്ങനെയുള്ളവർക്ക് ഫോം 16A ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ 26AS നോക്കുക. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ AIS ഉണ്ട്, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമ്മൾ നോക്കിയിട്ട് ഏതൊക്കെ ഇൻകം ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഫയൽ ചെയ്യാൻ. കാരണം ഇപ്പോൾ നമ്മൾ ഫയൽ ചെയ്താൽ കുഴപ്പമെന്ന് വെച്ചാൽ മെയ് 31 വരെ നമുക്ക് ഇവർക്കെല്ലാം ഫയൽ ചെയ്യാനുള്ള സമയമുണ്ട്. TDS റിട്ടേൺ ഫയലാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 31 ആണ്. അപ്പോൾ അതിനുശേഷം 2-3 ദിവസം, അതായത് ജൂൺ ഫസ്റ്റ് വീക്കിൽ നമുക്ക് എല്ലാ ഇൻകവും അതിന് ടാക്സ് ഡിഡക്ഷനും എല്ലാം അതിൽ കാണാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പല ഇൻകം നമ്മൾ അതിനകത്ത് വരാതിരിക്കുകയും ഭാവിയിൽ നമ്മൾ ഇൻകം കാണിച്ചില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരാഴ്ച കൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് ജൂൺ ഫസ്റ്റ് വീക്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ തുടങ്ങുക. അവിടെ വരുമ്പോൾ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും നോക്കുക. ഏതൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ട്, എന്തൊക്കെ ഇൻകം നമ്മൾ കാണിച്ചിട്ടുണ്ട്, കാണിക്കാതെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക. നമ്മൾ പുതിയ ഇൻകം ടാക്സ് ആക്ട് വന്നു. അത് ശരിക്കും ഏപ്രിൽ 1, 2025 മുതലാണ് വരുന്നത്. ഇത് നമുക്ക് മാർച്ച് 31 വരെയുള്ള ആയതുകൊണ്ട് നമ്മൾ പഴയ ഇയറിലെ ആ ഇൻകം ടാക്സ് ആക്ട് 1961 തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ആ ഫോമുകളും അത് തന്നെയാണ്. അതിനുശേഷമാണ് പുതിയ ഫോം. ഏപ്രിൽ 1 മുതലാണ് പുതിയ ഫോമുകൾ. അതിന് അടുത്ത വർഷത്തേക്ക് നമുക്ക് വരികയുള്ളൂ. 12 ലക്ഷം രൂപയ്ക്കുള്ളിൽ നമ്മുടെ ഇൻകം നിർത്തുകയാണെങ്കിൽ, അതായത് നമുക്ക് അത്ര ഇൻകം ഉള്ളോ എങ്കിൽ നമുക്ക് റിബേറ്റ് ലഭിക്കുകയും ടാക്സിൽ വരികയില്ല. അതായത് സാലറിക്കാർക്കാണെങ്കിൽ 12,75,000, അതായത് 75,000 നമുക്ക് സ്റ്റാൻഡ് ഡിഡക്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ 12 ലക്ഷം വേറെ ഇൻകം ഒന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന 12 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് വരത്തില്ല. പക്ഷേ അതിനകത്ത് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ബേസിക് എക്സെപ്ഷൻ കൂട്ടുമല്ലേ, ഇത് റിബേറ്റ് ആയിട്ട് തരുന്നതാണ്. ഈ റിബേറ്റ് വരുന്ന സാധാരണ ഇൻകം, ഓർഡിനറി ഇൻകത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അതായത് സ്പെഷ്യൽ ടാക്സ് റേറ്റ് വരുന്ന ഐറ്റംസ് ഒന്നും ഈ 12 ലക്ഷത്തിനുള്ളിൽ നിൽക്കില്ല. നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആണെന്ന് വിചാരിച്ചു, വന്നതിന് ശേഷം പോലും നമ്മൾ 12 ലക്ഷത്തിൽ താഴെയാണെങ്കിലും നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും. അതായത് ക്യാപിറ്റൽ ഗെയിന് സ്പെഷ്യൽ ടാക്സ് റേറ്റ് അല്ലേ, അതുകൊണ്ട് അതുപോലെ നമുക്ക് ലോട്ടറി അടിച്ചെന്ന് വിചാരിച്ചു, അതിന് സ്പെഷ്യൽ ടാക്സ് റേറ്റ് ആണ്. അതിന് നമ്മൾ എന്തായാലും ടാക്സ് അടയ്ക്കണം. അവിടെ ഈ ബേസിക് ഈ 12 ലക്ഷം എന്നുള്ള ലിമിറ്റ് അവിടെ ഇല്ല. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 31 തന്നെയാണ് സാലറിക്കാർക്ക്, അതായത് ITR 1 വരുന്നത്. അല്ലാത്ത ആൾക്ക് ബിസിനസ്സുകാർക്ക് ഡേറ്റ് ഈ വർഷം 1 മാസം കൊണ്ട് നീട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 31 വരെ ടൈമുണ്ട്. നമുക്ക് ഞാനിപ്പം ITR 1 എപ്പോഴാണ് സംസാരിച്ച്, ITR 1 ജൂലൈ 31 വരെയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, മെയ് 31 ശേഷം നമ്മൾ എല്ലാ ഇൻകവും എല്ലാ TDSഉം ടാക്സ് ഡിഡക്റ്റും ഒന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ ഫയൽ ചെയ്യാനായിട്ട്.